സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് ടാരോ ഡിവൈൻ മെസ്സേജ് കേൾക്കുന്ന ഒരാളാണോ? അതേപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽ മെസ്സേജ് കേൾക്കുന്ന ആളാണോ? എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് താങ്കൾ ഇത് രാവിലെയും വൈകുന്നേരം കാണുന്നതെന്ന്? എന്നോട് ഈ ചോദ്യം ചിലവർ ചോദിക്കാറുണ്ട്. അതിനുള്ള 6 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ താങ്കളുമായി പങ്കുവയ്ക്കുന്നത്. എന്തുകൊണ്ട് നാം ഡിവൈൻ മെസ്സേജസ് കേൾക്കണം? അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ടാരോ വായനയിലെ ഡിവൈൻ മെസ്സേജ് നാം കേൾക്കേണ്ടത്. അതിൽ എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ട എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പ്രധാനമായും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു ദിവസം തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ആ ദിവസത്തെ കുറിച്ചിട്ട് ഒരു വ്യക്തത നേടാൻ പലപ്പോഴും മോർണിംഗ് ഡിവൈൻ മെസ്സേജസുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ പലതും ഫലിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് മറ്റൊരാൾ കൂടി ഉപകാരപ്പെടണം എന്ന് കരുതിക്കൊണ്ട് നാം വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ മെസ്സേജ് കാണുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തതയാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മുടെ എനർജി എന്തായിരിക്കും, എന്തൊക്കെ അവസരങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, എന്ത് തടസ്സങ്ങൾ നാം നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ ആ ഡിവൈൻ മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസത്തെ വ്യക്തത എന്ന് പറയുന്നത് അത് കേൾക്കാത്ത വ്യക്തിയെക്കാട്ടിലും വളരെ ഉയർന്നതാണെന്നുള്ളതാണ്. അതായത് രണ്ട് വ്യക്തികൾ ഒരു ഇരുട്ടുമുറിയിലേക്ക് അടക്കുമ്പോൾ ഡിവൈൻ മെസ്സേജ് കേട്ട ആൾക്ക് ഏകദേശം എവിടെയൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ തടസ്സങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് മാറുന്നൊന്നുമില്ല. അത് കേൾക്കാത്ത വ്യക്തി ഇരുട്ടിൽ തപ്പുന്ന പോലെ തോന്നും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിവൈൻ മെസ്സേജ് നൽകുന്നത് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം ജീവിതത്തിൽ നാം എന്ത് നേടുന്നുവെങ്കിൽ അത് ആക്ഷൻ്റെ റിസൾട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും അത് താങ്കൾ ഒരുപാട് ആക്ഷൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അതായത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ആ ഡിവൈൻ മെസ്സേജ് കാണുമ്പോൾ അന്ന് എന്താണ് നാം പ്രവർത്തിക്കേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്താൽ നമുക്ക് അന്ന് ഗുണം കിട്ടും, ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ആ ഡിവൈൻ മെസ്സേജ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മളൊരു ഡിവൈൻ മെസ്സേജ് കേൾക്കുമ്പോൾ നാം ഡിവൈനോട് പറയുന്നത് നാം ഒരു ചെറിയ, അതായത് ഈ വലിയൊരു പ്രപഞ്ചത്തിന് വലിയൊരു ചെറിയൊരു കണിക മാത്രമാണ്. അതായത് ഒരു വലിയൊരു ലോകമാകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം. സൂര്യൻ്റെ ചലനമുണ്ട്, അച്ചുതണ്ടിൽ ഭൂമി തിരിയുന്നുണ്ട്, ഒരുപാട് പ്ലാനറ്റ്സ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഇത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേയിൽ പറയുന്നുണ്ട്, ഏഹ്, ഏഹ്, ഒരു സ്പെക്ക് മാത്രമാണ് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന്. അതായത് ചെറിയൊരു ഒരു പൊടി മാത്രമാണ് കമ്പയർഡ് ടു ദ വാസ്റ്റ് യൂണിവേഴ്സ് എന്ന്. അതായത് അത്രയ്ക്കും ചെറിയൊരു ഇതിൻ്റെ ഒരു ഭാഗമായ ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നമ്മൾ തേടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് നമ്മൾ സറണ്ടർ എന്ന് പറയും. അതായത് പൂർണ്ണമായിട്ടും നാം സറണ്ടർ ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ് എന്നെ നല്ല വഴിയിലൂടെ നയിക്കണമേ എന്ന്. അത് യൂണിവേഴ്സിനോടുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നാം എല്ലാം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, താങ്കളും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രാർത്ഥന തന്നെയാണ്. നാലാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് റോഡിൽ ഇങ്ങനെ ദിശാസൂചനകൾ കാണാറുണ്ട്. വളവ് വരുമ്പോൾ വളവുണ്ടാവും. പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമുക്ക് സിഗ്സാഗ് അല്ലെങ്കിൽ എന്താ പറയുക ഹെയർ പിൻ ബെൻഡ് ഇതൊക്കെ വരുന്നതിനേക്കാളും മുമ്പ് നമുക്കൊരു വാർണിംഗ് സൈൻ ഉണ്ടാവും. ചില ഭാഗത്ത് ഹോൺ അടിക്കാനുള്ള സൈൻ ഉണ്ടാവും. എന്തിനാണ് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് തയ്യാറായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പോകേണ്ട വഴി പോകണം, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ നമുക്ക് മുൻകൂട്ടി ബ്രേക്ക് ചെയ്യുക, അവിടെ സ്പീഡ് കുറയ്ക്കുക, ഗിയർ മാറ്റുക എന്ന് പറയുന്ന പോലെ ജീവിതത്തെ തന്നെ ഒരു താളം കണ്ടെത്താൻ പലപ്പോഴും ഡിവൈൻ മെസ്സേജുകൾ സഹായിക്കുന്നുള്ളതാണ്. അതേപോലെ ഇനി വൈകുന്നേരം എന്തിനാണ് കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നാം വിശ്വസിക്കുന്നത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സത്യം, ഒരു സത്യത്തിലാണ് നാം എപ്പോഴും വിശ്വസിക്കുന്നത്. ഈ സത്യം നല്ല വ്യക്തികളെ, നല്ല രീതിയിൽ നയിക്കുന്ന ആളുകളെ എപ്പോഴും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളെ വിസ്പർ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇത് നാം കാർഡിലൂടെ അല്ലെങ്കിൽ ചിഹ്നങ്ങളിലൂടെ, സിങ്ക്രോണസിറ്റി എന്നൊക്കെ പറയും, അതിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ഷോർട്സ് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ആളുകളാണ് കാണുന്നത്, എല്ലാവരിലേക്ക് എത്താറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പറയുന്നത് ആ യൂണിവേഴ്സിൻ്റെ എനർജി അലൈൻമെൻറ്റിൽ വരുന്ന ആളുകളിലേക്ക് അത് എത്തും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സൽ മെസ്സേജ് നാം അയക്കുമ്പോൾ നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ നാം പറയും, മനസ്സുകൊണ്ട് പറയുന്നത് അർഹതയുള്ള ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നാം ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അർഹതയുള്ള ആഗ്രഹിക്കുന്ന ആളുകളിലേക്കാണ് എത്തുന്നത്. അത് കേൾക്കുമ്പോൾ ഓക്കെ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ലോകത്ത് ഒരു ചെറിയ വെളിച്ചം, ഒരു ചെറിയ പ്രതീക്ഷ, എപ്പോഴും പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഇതെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശകളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ചെറിയ പ്രതീക്ഷകളാണ് ഇങ്ങനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്, എന്നെ വ്യക്തിപരമായിട്ടും എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികളെ. കാര്യം എന്നാൽ നമുക്കറിയാം ലൈഫിൽ എല്ലായ്പ്പോഴും ഇരുട്ടായിരിക്കില്ല. ആ ഒരു പ്രതീക്ഷയുടെ നാളം ഒരു നാൾ നാം അവിടെ എത്തും.
എന്ന വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞാൽ ഡിവൈൻ മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ ആ ഒരു 2-3 മിനിറ്റ് നേരം നമ്മുടെ മനസ്സിനുള്ളിൽ എല്ലാ നെഗറ്റിവിറ്റിയും മാറിപ്പോകുന്നു. അതായത് നമ്മൾ പരമാത്മാവുമായിട്ട് വല്ലാത്തൊരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ മെസ്സേജ് നമ്മൾ സ്ഥിരം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പായൽ പിടിച്ച് കിടക്കുന്ന ജലാശയം കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ കുളങ്ങളൊക്കെ ഈ പായൽ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു പമ്പുണ്ട്. അതായത് പമ്പ് ഇങ്ങനെ ഇതാക്കുമ്പോൾ പായൽ ഇങ്ങനെ പോകും. അപ്പോൾ അന്നേ ദിവസം അത് ക്ലീൻ ആയിരിക്കും, പിറ്റേ ദിവസം വീണ്ടും പായൽ വരും. പക്ഷേ ഇത് ദിവസം പമ്പ് ചെയ്യുമ്പോൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആ ജലാശയത്തിൽ പായൽ മാറിപ്പോകും. അതേമാതിരി ദിവസവും ഡിവൈൻ മെസ്സേജ് നല്ലത് നമ്മൾ രാവിലെയും വൈകുന്നേരം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി മുഴുവൻ പോയി ഒരു ദിവസം അതിൽ തെളിഞ്ഞൊരു പ്രതലമാവുകയും അതിലൂടെ നമുക്ക് നമ്മൾ തന്നെ മനസ്സിലാക്കാനും ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ഈ 6 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നാം ഡിവൈൻ മെസ്സേജ് കേൾക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിക്കുകയാണ്, ഇനി താങ്കളുടെ മനസ്സിൽ അങ്ങനെ ആശങ്കയുണ്ടെങ്കിൽ ഈ 6 കാരണങ്ങൾ കൊണ്ടാണ് ഡിവൈൻ മെസ്സേജ് കേൾക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര നേരം ഈ വീഡിയോ കേട്ടിരുന്ന താങ്കൾക്ക് നന്ദി. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ടാരോ പഠിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ സൗജന്യ ക്ലാസ്സിൽ ആദ്യത്തെ പങ്കെടുത്ത് നോക്കാം. അങ്ങനെ ടാരോയിലൂടെ വ്യക്തത നേടിക്കൊണ്ട് താങ്കൾക്കും താങ്കൾ അർഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കാം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.